IRTC തളിപ്പറമ്പ് സൗത്ത് ലോക്കൽ കൺവീനർ ഗോപാലേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാധാരണ എല്ലാവരും സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വിശ്രമിക്കലാണ്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നാട്ടിലെ കിടപ്പിലായ രോഗികൾക്ക് സ്വാതന്ത്ര്യം പകർന്നുകൊണ്ട് നിരവധി വർഷങ്ങളായി ഈ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഗോപാലേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം 1968, 69, 70 കാലഘട്ടത്തിൽ സർ സയ്യിദ് കോളേജിൽ നിന്ന് പൂർത്തീകരിച്ചതിന് ശേഷം ജ്യേഷ്ഠനും പട്ടാളത്തിലായിരുന്നതുകൊണ്ട് അവരുടെ കൂടെ സഹായത്തോടുകൂടി 1972 ഞാൻ പട്ടാളത്തിൽ ചേർന്നത്. സുബേദാർ മേജറായി 32ാമത്തെ വർഷത്തിലാണ് സുബേദാർ മേജർ ആൻഡ് ഹോണററി ക്യാപ്റ്റനായിട്ട് റിട്ടയർ ആവുന്നത്. ഗോപാലേട്ടന് പറയാൻ വേണ്ടിയിട്ട് സർവീസ് രംഗത്തെ നിരവധി കാര്യങ്ങളുണ്ട് പട്ടാളവുമായി ബന്ധപ്പെട്ടിട്ട്. അത് നമുക്ക് വേറൊരു അവസരത്തിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് പറയും. ചെറിയ വീഡിയോ ആയതുകൊണ്ടാണ് ചുരുക്കുന്നത്. ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞതിന് ശേഷം പൊതുവെ ഉള്ള തരംഗം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അതിൽ നിന്ന് തികച്ചും വിപരീതമായി ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ അന്ന് സാന്ത്വന പരിചരണം എന്ന രംഗത്തേക്ക് ചേക്കേറിയത്. അത് കഴിഞ്ഞ് 16ാമത്തെ വർഷം ഇന്നും തുടരുകയാണ്. ഈ സൗത്ത് ലോക്കലിന്റെ ഏരിയ എവിടെയെല്ലാം? നമ്മൾ പാറാട്, പിന്നെ വടക്കാഞ്ചേരി, കുറുമാത്തൂർ പഞ്ചായത്തിന്റെ ഒരു ഭാഗം, അവിടുന്ന് അള്ളാംകുളം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ ആ ഭാഗം മുഴുവനും, തളിപ്പറമ്പ് ടൗൺ മുഴുവനും, അവിടുന്ന് കീഴാറ്റൂര്, നമ്മുടെ കൂവോട് പ്രദേശങ്ങൾ മുഴുവനും, പഞ്ചളായി, പാലേരി പറമ്പ്, പട്ടുവംശത്തിന്റെ ഒരു ഭാഗം തളിപ്പറമ്പ് സൗത്ത് ലോക്കലിന്റെ പാലിയേറ്റീവ് പ്രവർത്തനത്തുള്ള ഏരിയ. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സേവനമാണ് കൊടുക്കുന്നത്? ദീർഘകാലമായിട്ട് കിടപ്പിലായിരിക്കുന്ന രോഗികളെ നമ്മൾ വീടുകളിൽ ചെന്നിട്ട് അവർക്കുള്ള സാന്ത്വന പരിചരണം നൽകുകയാണ് പാലിയേറ്റീവ് കെയറിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. അവിടുന്ന് അതിലും വിശദീകരിച്ചിട്ട് പറയുകയാണെങ്കിൽ, അവർ ദീർഘകാലം കിടപ്പിലാവുമ്പോൾ ദേഹം മുഴുവൻ പൊട്ടിയിട്ടും വ്രണങ്ങൾ വന്നിട്ടും അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യലും, പിന്നെ അവരെ ഈവൻ കുളിപ്പിക്കണമെങ്കിൽ കുളിപ്പിച്ചിട്ടും, പിന്നെ വസ്ത്രം മാറ്റിയും ബെഡ് മാറ്റിയും എല്ലാ പരിചരണവും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന എയർ ബെഡ്, വീൽ ചെയറുകൾ, വാക്കർ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ICUവിൽ മാത്രം ലഭിക്കുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരെ നമുക്ക് അവർക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓരോ വീടുകളിൽ പോകുമ്പോൾ ആരൊക്കെ ഉണ്ടാവുക? ഡോക്ടർ സേവനം ഉണ്ടാവുമോ? ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന രീതിയിലാണ് നമ്മൾ രോഗിയുടെ പരിചരണത്തിന് പോകാറ്. കാരണം നമ്മുടെ തളിപ്പറമ്പ് സോണലിൽ 14 ലോക്കലുകളുണ്ട്. ഈ 14 ലോക്കലിന് ഒരു ദിവസം ഒരു ലോക്കൽ എന്ന നിലയിൽ പോകുമ്പോൾ 2 ആഴ്ച വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ മാറ്റിയിട്ട് ഒരു ദിവസം 2 ലോക്കലുകൾ ആയി ചേർന്നിട്ട് അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ ഇവരെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നഴ്സ് ഉണ്ടാവും, പാലിയേറ്റീവ് വളണ്ടിയർ ഉണ്ടാവും. അത്യാവശ്യം ഡോക്ടറുടെ സേവനം വേണ്ടുന്നവർക്ക് വിളിച്ച് ഡോക്ടറെ വരുത്തിച്ചിട്ട് അവരെ സേവനം നൽകാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ഇത് ഈ രോഗത്തിന്റെ അവസ്ഥകള് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ഈ വളണ്ടിയർ സേവനം നേടുക. അപ്പോ ഇത്തരം സമയങ്ങളിൽ ഈ രോഗികള് ഈ വളണ്ടിയർമാരോട് പൊതുവെ പല രോഗികളുണ്ടാവുമല്ലോ, മാനസിക വിഭ്രാന്തിയിലവരുണ്ടാവും, എഴുന്നേൽക്കാൻ പറ്റാത്തവരുണ്ടാവും, അങ്ങനെ വ്യത്യസ്തമായ രോഗാവസ്ഥയിലുള്ളവർക്ക് എങ്ങനെയാണ് ഈ വളണ്ടിയർ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരണം? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഏറ്റവും അധികം സന്തോഷം പ്രദാനം ചെയ്ത ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളിപ്പം ചോദിച്ചത്. അതായത് വീടുകളിൽ നിന്ന് ഒരു രോഗിക്ക് കിട്ടുന്ന സാന്ത്വനത്തിന് പരിമിതിയുണ്ട്. 1 or 2 ദിവസങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു മടുപ്പ് തോന്നും. അത് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീളുമ്പോൾ അതിന് എന്താ പറയുക, ഡോൺ കെയർ എന്ന നിലയിൽ വീടിന്റെ ഏതോ ഒരു ഇരുട് അടഞ്ഞിരിക്കുന്ന റൂമുകളിൽ കൊട്ടിയടച്ച് നിൽക്കുന്ന രോഗികളെയും ഒരുപാട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികളുടെ അടുത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവർക്ക് എന്തോ ഒരു സ്വർഗം, നരകത്തിൽ നിന്ന് സ്വർഗം കിട്ടിയിരിക്കുന്ന മാതിരിയുള്ള ഒരു പ്രതീതിയാണ്. അവരെ നമ്മൾ പുറത്തേക്കെടുത്ത് കുളിപ്പിച്ച് വസ്ത്രമണിയിച്ച് മുടി ചീകി ഈവൻ പൗഡർ ഇട്ട് അവരെ ശുദ്ധീകരിച്ച്
അങ്ങനെയാക്കി ഒരു ആഴ്ചത്തെ പരിചരണം ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവരുടെ കണ്ണിൽ നിൽക്കുന്ന ആ പ്രകാശം, അത് മാത്രം മതി നമ്മൾക്ക് ഒരു ജീവിതം മുഴുവൻ സന്തോഷിക്കാൻ. അടുത്ത പ്രാവശ്യം ഇവർ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു പ്രവണതയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ബുധനാഴ്ചയാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത ബുധനാഴ്ചക്ക് വേണ്ടി, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അടുത്ത ബുധനാഴ്ചക്ക് വേണ്ടി അവർ കാത്തു നിൽക്കുന്ന ഒരു പ്രവണത കൂടെ കാണുന്ന സമയത്ത് നമ്മൾക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇത്തരം സേവനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഫീസോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടോ? ഇല്ല. അത് സേവനം തികച്ചും സൗജന്യം. ഇതും ഈ ചോദിച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമാണ്. ഇതും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഡിസിപ്ലിൻ ആയ ഭാഗമാണ്. ഒരു രോഗിയുടെ വീടുകളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് അസൗകര്യം തോന്നുന്ന ഒരു കാര്യവും നമ്മൾ മുതിരാറില്ല. അവരിൽ നിന്ന് ഫീസോ ഒരു കാര്യവും നമ്മളിൽ നിന്ന് സ്വീകരിക്കാറുമില്ല. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾക്ക് ഭാരിച്ച ചെലവുകളുണ്ട്. അതായത് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല, ലക്ഷക്കണക്കിന് രൂപ. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 25-30ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന തയ്യൽ സാന്ത്വന കേന്ദ്രം, അവർക്ക് വേണ്ടുന്ന ഡോക്ടർ സൗകര്യം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സൗകര്യം, കിടക്കാനുള്ള സൗകര്യം, റൂമുകൾ എല്ലാം ഒരു ഹോസ്പിറ്റൽ മാതിരി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് അതൊരു ഭാരിച്ച ചെലവാണ്. അതേപോലെ തന്നെ ഡി അഡിഷൻ സെന്റർ, കണ്ണൂരിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡി അഡിഷൻ സെന്റർ, മദ്യപാനികളായവരെ അവിടെ അഡ്മിറ്റ് ആക്കുകയും ഏകദേശം 1 മാസത്തോളമുള്ള ചികിത്സയിൽ നിന്ന് പരിപൂർണ വിമുക്തരായി അവർ വീടുകളിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അവിടെയും ഒരു ഭാരിച്ച ചെലവാണ്. അതുകൂടാതെ ഡയാലിസിസ് സെന്റർ കണ്ണൂരിൽ, ഇതും IRPCയുടെ കെയർ ഓഫിൽ തന്നെ നടത്തി വരുന്നതാണ്. അതുകൂടാതെ പ്രീ മാരേജ് കൗൺസിലിംഗ് സെന്റർ, അതും IRPCയുടെ കീഴിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയധികം സ്ഥാപനങ്ങൾ IRPCയുടെ കീഴിൽ നടത്തുമ്പോൾ ഒരു ഭാരിച്ച ചെലവാണ്. ഈ ചെലവ് എങ്ങനെ നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോക്കലുകളിൽ നിന്ന് അവർക്ക് ഓരോ മാസത്തിലും 8000 രൂപ കൊടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹം, പാലുകാച്ചൽ ചടങ്ങ്, കുട്ടികളുടെ ബർത്ത്ഡേ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വീട്ടുകാര് നമ്മളെ വിളിച്ച് അവർക്ക് കഴിയാവുന്നത്ര മാക്സിമം നമ്മൾക്ക് സംഭാവനയായിട്ട്, ധനസഹായമായിട്ട് നൽകാറുണ്ട്. ഈ ധനസഹായം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം തുടർന്നു വരുന്നത്. അതുകൂടാതെ തന്നെ പല ആൾക്കാരും അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്ക് വേണ്ടി വീൽ ചെയറുകൾ, ഈ വാക്കറുകൾ, എയർബെഡുകൾ, ഇങ്ങനെയുള്ള ഉപകരണങ്ങളും നമ്മൾക്ക് നൽകി സഹായിക്കുന്നുണ്ട്. ഈവൻ ഈ കഴിഞ്ഞ മാസം കൂടി നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മുടെ ലോക്കലിൽ നിന്ന് സഹായമായി ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഒരുപാട് ടൈം ആകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുമെന്ന്. അപ്പോ ഗോപാലേട്ടന്റെ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിലമതിക്കാൻ പറ്റാതെ, കാരണം ഈ പ്രായത്തില് വീട്ടില് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഗോപാലേട്ടന് ഈ മേഖലയിലേക്കുള്ള ആ ഒരു ഇടപെടല് എത്രത്തോളം മാനസിക സുഖമാണോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണോ എന്നാണ് വളരെ ചുരുക്കിയിട്ടെന്ന് പറഞ്ഞാൽ. ഈ ചോദ്യം അതിലും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് റിട്ടയർമെന്റ് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പട്ടാളത്തിന്റെ ലൈഫിലേക്കാളും ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നാടുകൾ വന്നതിന് ശേഷമാണ്. അതിന്റെ എല്ലാം ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഇതിനേക്കാളും സന്തോഷം വേറെ ഒന്നും ലഭിക്കാനുമില്ല. കാരണം എല്ലാം കഴിഞ്ഞ് വീടുകളിലെത്തി ഒന്ന് കുളിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ പ്രവൃത്തിയുടെ ആ പരിണിത ഫലം നമ്മൾ അയവിറക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം നമ്മൾ ചെയ്തു എന്നുള്ള ഒരു ആത്മാർത്ഥമായുള്ള ഒരു മാനസിക സന്തോഷം നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് മരണം വരെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ജനങ്ങളെ സേവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഗോപാലേട്ടനുമായിട്ട് സംസാരിച്ചാല് ചിലപ്പോൾ ഒരുപാട് സമയം ഇനി നമുക്ക് വേണ്ടി വരും. വീഡിയോ ഒരുപാട് ദൈർഘ്യം തരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിർത്തുമെന്ന്. ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഗോപാലേട്ടനെ പോലെ നാട്ടിൽ ഒരുപാട് സേവനം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഓക്കെ, ഗുഡ് ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.